ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സായുധസേന രാജ്യത്തെ അഭിമാനഭരിതമാക്കിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭുജിലെ വ്യോമസേനാ കേന്ദ്രം രാജ്യരക്ഷാമന്ത്രി സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ആഘോഷിക്കുന്നതിനായി രാജ്യമെമ്പാടും തിരങ്ക യാത്രകൾ പുരോഗമിക്കുന്നു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി തുർക്കിഷ് സ്ഥാപനങ്ങൾക്ക് മേൽ നിയന്ത്രണം കർശനമാക്കി ഇന്ത്യ. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളടക്കം സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ 51 റോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. IPL ക്രിക്കറ്റ് മത്സരങ്ങൾ നാളെ മുതൽ പുനരാരംഭിക്കും. പാപ്പുവ ന്യൂഗിനിയിൽ പോളിയോ ബാധ സ്ഥിരീകരിച്ച ലോകാരോഗ്യ സംഘടന. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സായുധസേന രാജ്യത്തെ അഭിമാനഭരിതമാക്കിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാക് ഭീകരകേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യയ്ക്ക് 23 മിനിറ്റുകൾ മാത്രമാണ് ആവശ്യമായി വന്നതെന്നും ഭുജിലെ വ്യോമസേനാ താവളത്തിൽ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ऑपरेशन सिंदूर के दौरान जो कुछ भी आपने किया है, समस्त हिंदुस्तानियों को, चाहे वो भारत के रहने वाले हों अथवा दुनिया के दूसरे देशों में रहने वाले हों, सभी गौरवान्वित हुए हैं. भारतीय वायुसेना के लिए सिर्फ 23 मिनट यह काफी थे पाकिस्तान की सरजमी पर पल रहे आतंक के अजगर को कुचलने के लिए, और वो आपने करके दिखाया है. പാകിസ്ഥാനുള്ള ധനസഹായത്തെക്കുറിച്ച് IMF പുനർവിചിന്തനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായത്തിന്റെ വലിയൊരു ഭാഗം പാകിസ്ഥാൻ ഭീകരവാദത്തിനായി ചെലവഴിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് വിമർശനമുന്നയിച്ചു. ശ്രീനഗറിലെ 15 കോർപ്സ് ആസ്ഥാനവും അദ്ദേഹം ഇന്നലെ സന്ദർശിച്ചിരുന്നു. തുർക്കിഷ് ബന്ധമുള്ള ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയായ സെലബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കി. രാജ്യസുരക്ഷ പരിഗണിച്ചാണ് തീരുമാനമെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി അറിയിച്ചു. കൊച്ചിയും കണ്ണൂരും ഉൾപ്പെടെ രാജ്യത്തെ 9 നഗരങ്ങളിലെ വിമാനത്താവളങ്ങളിലാണ് സെലബി ഏവിയേഷൻ വിവിധ സേവനങ്ങൾ നൽകിവരുന്നത്. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കിയെ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പാക് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെയും തുർക്കിയെ വിമർശിച്ചിരുന്നു. തുർക്കിഷ് അക്കാദമിക് സ്ഥാപനങ്ങളുമായുള്ള ധാരണാപത്രങ്ങൾ റദ്ദാക്കി ഇന്ത്യൻ സർവകലാശാലകൾ. ദേശീയ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. JNUവിനു പുറമെ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയും ഹൈദരാബാദിലെ മൌലാന ആസാദ് ദേശീയ ഉറുദു സർവകലാശാലയും തുർക്കിഷ് അക്കാദമിക സ്ഥാപനങ്ങളുമായുള്ള ധാരണാപത്രങ്ങൾ റദ്ദാക്കി. തുർക്കിയയിലെ ഇനോനു സർവകലാശാലയുമായുള്ള ധാരണാപത്രമാണ് JNU കഴിഞ്ഞ ദിവസം നിർത്തിവച്ചത്. ജമ്മുകശ്മീരിലെ അവന്തിപ്പോര ത്രാൽ പ്രദേശങ്ങളിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ 2 ദിവസമായി നടന്ന ഏറ്റുമുട്ടലിൽ 6 ഭീകരർ കൊല്ലപ്പെട്ടതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. അവന്തിപ്പുരയിൽ പോലീസും സൈന്യവും തമ്മിൽ സംഘടിപ്പിച്ച സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ ജാഗ്രത കർശനമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളടക്കം വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയായ 51 റോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. വൈകുന്നേരം 4:30 ഓൺലൈനായാണ് ഉദ്ഘാടനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം നഗരത്തിലെ 12 സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അണ്ടർഗ്രൌണ്ട് ഡക്റ്റുള്ളതുകൊണ്ട് കുടിവെള്ളത്തിനോ സീവേജ് ലൈനിനോ വേണ്ടി നിരന്തരം വെട്ടിപ്പൊളിക്കാതെ അറ്റകുറ്റപ്പണി നടത്താം എന്നതാണ് സ്മാർട്ട് റോഡിന്റെ പ്രത്യേകത. വൈദ്യുതി, ടെലിഫോൺ, ഇന്റർനെറ്റ് കേബിളുകളെല്ലാം റോഡിനടിയിലൂടെയാണ് പോകുന്നത്. 21.34 കിലോമീറ്ററിലായി ഏകദേശം 180 കോടി രൂപ ചെലവിട്ടാണ് തിരുവനന്തപുരം നഗരത്തിലെ 12 സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്മാർട്ട് റോഡുകൾക്ക് പുറമെ നഗരത്തിലെ 27 പ്രധാന റോഡുകളും BMBC നിലവാരത്തിൽ നവീകരിച്ചിരുന്നു. മലപ്പുറം കാളികാവിൽ ഇന്നലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൌത്യം വനംവകുപ്പ് ശക്തമാക്കി. വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘവും RRT സംഘവും സംയുക്തമായാണ് ദൌത്യം നടപ്പിലാക്കുന്നത്. കടുവയെ പിടികൂടാനായി മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനായി പരിസരത്ത് 50 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. നിലവിൽ 3 സംഘങ്ങളായി തിരിഞ്ഞാണ് വനപാലകർ കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ രാവിലെയാണ് ഗഫൂറിനെ കടുവ ആക്രമിച്ചത്. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് റിമാൻഡിൽ. രാവിലെ ബെയ്ലിൻ ദാസിനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തിരുവനന്തപുരം 11ാം മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കിയത്. ജൂനിയർ അഭിഭാഷക മർദ്ദിച്ചെന്ന് ബെയ്ലിൻ ദാസ് മൊഴി നൽകി.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ സൈന്യത്തിന് അഭിവാദ്യമർപ്പിച്ച് സംഘടിപ്പിക്കുന്ന തിരങ്ക യാത്ര ഇന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടക്കും. കൊച്ചി, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ നടക്കുന്ന തിരങ്ക യാത്രയിൽ വിമുക്ത ഭടന്മാരടക്കം നിരവധി പേർ പങ്കെടുക്കും. തൃശൂർ ജില്ലയിൽ ഇന്നലെ നടന്ന തിരങ്ക യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഭീകരവാദത്തിന് ഇന്ത്യ നൽകിയ താക്കീതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിൽ ഇന്ന് നടന്ന തിരങ്ക യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാഘോഷങ്ങൾക്കൊപ്പം ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും അഭിവാദ്യം ചെയ്ത് രാഷ്ട്രം. സായുധ സേനകളോടുള്ള ആദരസൂചകമായി ആകാശവാണി വാർത്തകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് കാർഗിൽ യുദ്ധത്തിൽ 24-ാം വയസ്സിൽ രാജ്യത്തിനായി ജീവൻ ത്യജിച്ച പരംവീർ ചക്ര ജേതാവ് ക്യാപ്റ്റൻ വിക്രം ബത്രയെ ഓർമ്മിക്കുന്നു. ഒരു റിപ്പോർട്ട്. കാർഗിൽ യുദ്ധസമയത്ത് ദ്രാസ് ഉപമേഖലയിലെ തന്ത്രപ്രധാന പർവ്വത ശിഖരമായ പോയിന്റ് 4875 പിടിച്ചെടുക്കാനുള്ള ചുമതല ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ യൂണിറ്റിനായിരുന്നു. 1999 ജൂലൈ 7 രാത്രി പ്രതികൂല കാലാവസ്ഥയിലും തന്റെ സൈന്യത്തെ അണിനിരത്തി അദ്ദേഹം ആക്രമണം തുടർന്നു. ക്യാപ്റ്റൻ ബത്രയുടെ പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യ പോയിന്റ് 4875 പിടിച്ചെടുത്തത്. യുദ്ധസമയത്ത് ബത്ര പുറത്തുവിട്ട റേഡിയോ സന്ദേശം യേ ദിൽ മാംഗേ മോർ പിന്നീട് കാർഗിൽ യുദ്ധത്തിന്റെ ക്യാച്ച് ലൈൻ ആയി മാറി. ആ പ്രചോദനാത്മകമായ വാക്കുകൾ ഇന്നും പ്രതിധ്വനിക്കുന്നു. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ധീരതയും രാഷ്ട്രസേവനത്തിനുള്ള തൽപരതയും സമർപ്പണവും അസാധാരണമായിരുന്നു. മരണാനന്തരം പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. രാഷ്ട്രം അദ്ദേഹത്തിന്റെ ധൈര്യത്തിനും വീര്യത്തിനും ത്യാഗത്തിനും മുന്നിൽ നമിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോകത്തെ 5ാമത്തെ വലിയ കൊടുമുടിയായ മൌണ്ട് മകാലു കീഴടക്കിയതിൽ ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസിനെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പർവ്വത നെറുകയിൽ ത്രിവർണ്ണ പതാക സ്ഥാപിച്ച ITBP അംഗങ്ങൾ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ടുവച്ച സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി 150 കിലോ മാലിന്യങ്ങളാണ് പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും ഇവിടെ നിന്നും നീക്കം ചെയ്തത്. സിക്കിമിന്റെ 50ാമത് രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പ്രകൃതി സൌന്ദര്യത്താലും സാംസ്കാരിക പൈതൃകത്താലും സ്നേഹമുള്ള മനുഷ്യരാലും സമ്പന്നമാണ് സിക്കിമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രകൃതി രമണീയതയ്ക്കും സംസ്കാരത്തിനും ഉത്സാഹികളായ ജനങ്ങൾക്കും പേരുകേട്ട സംസ്ഥാനമാണ് സിക്കിമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ദിനാഘോഷത്തോടനുബന്ധിച്ച് സിക്കിം തലസ്ഥാനമായ ഗാംഗ്ടോക്കിൽ ഇന്ന് നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന IPL ക്രിക്കറ്റ് മത്സരം നാളെ മുതൽ പുനരാരംഭിക്കും. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് മത്സരം. രാത്രി 7:30-ന് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. പാപ്പുവ ന്യൂഗിനിയിൽ പോളിയോ ബാധ സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന. പതിവ് പരിശോധനയ്ക്കിടെയാണ് കുട്ടികളിൽ പോളിയോ വ്യാപനം സ്ഥിരീകരിച്ചത്. വാക്സിനേഷനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ WHO നിർദ്ദേശം നൽകി. ഭൂമുഖത്ത് നിന്ന് പോളിയോ വൈറസിനെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് രോഗബാധ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇന്ത്യ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയാണെന്ന് ഐക്യരാഷ്ട്രസഭ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഈ സാമ്പത്തിക വർഷം ഇന്ത്യ 6.3% വളർച്ച കൈവരിച്ചേക്കുമെന്നാണ് UN വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് റിപ്പോർട്ടിൽ പറയുന്നത്. 2.4% മാത്രമായിരിക്കും ആഗോള സാമ്പത്തിക വളർച്ച. അടുത്ത വർഷം ഇന്ത്യ 6.4% വളർച്ച കൈവരിക്കുമെന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നു. ഭാരത് പവലിയനിലൂടെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ശക്തമായ സാന്നിധ്യം രേഖപ്പെടുത്തി ഇന്ത്യ. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും ചേർന്നാണ് പവലിയൻ ഒരുക്കിയിരിക്കുന്നത്. റഷ്യയുമായി നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി. എന്നാൽ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി പ്രതിരോധ മന്ത്രി റെസ്റ്റം ഉമരോവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തെ ഇസ്താംബുളിലേക്ക് അയക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സായുധസേന രാജ്യത്തെ അഭിമാനഭരിതമാക്കിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭുജിലെ വ്യോമസേനാ കേന്ദ്രം രാജ്യരക്ഷാമന്ത്രി സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ആഘോഷിക്കുന്നതിനായി രാജ്യമെമ്പാടും തിരങ്ക യാത്രകൾ പുരോഗമിക്കുന്നു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി തുർക്കിഷ് സ്ഥാപനങ്ങൾക്ക് മേൽ നിയന്ത്രണം കർശനമാക്കി ഇന്ത്യ. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളടക്കം സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ 51 റോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. IPL ക്രിക്കറ്റ് മത്സരങ്ങൾ നാളെ മുതൽ പുനരാരംഭിക്കും. പാപ്പുവ ന്യൂഗിനിയിൽ പോളിയോ ബാധ സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.